അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ, കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പ് സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വാഗ്ദാന നാട്ടിലേക്ക് ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ കൂടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസം പറഞ്ഞത്. ആദ്യ ദിവസം പറഞ്ഞത് ചെങ്കടൽ, 2-ാം ദിവസം പറഞ്ഞത് മരുഭൂമി, 3-ാം ദിവസം പറയാൻ പോണത് ജോർദാൻ കടക്കുന്നതിന് ഒരു ന്യായമുണ്ട്, ഒരു ആത്മീയമായ ഒരു അത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട പ്രക്രിയയാണ്. അതെല്ലാം അതിലൂടെ എല്ലാം ദൈവ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ യോഗ്യത പ്രാപിക്കാനാണിത് പറയുന്നതിൻ്റെ കാരണം. അല്ലാതെ നാടകത്തിൻ്റെ ഓരോ സീന് പോലെ അവതരിപ്പിക്കുകയല്ല ഇത് വാഗ്ദാനം പ്രാപിക്കാൻ യോഗ്യത നേടാൻ വേണ്ടി ഒന്നാണ്. 3-ാമത്താണ് ജോർദാൻ. എന്താണ് ചെയ്യേണ്ടത്? ജോർദാൻ്റെ ആത്മീയ അർത്ഥം എന്താണ്? അടുത്ത് യോശുവ 24:15. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ
നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പം കർത്താവിനെ തന്നെയാണ് സേവിക്കണതെന്ന് ഈ മൂന്നാം ഘട്ടത്തിൽ ഉറപ്പ് വരുത്തണം. പലപ്പോഴും നമുക്ക് തോന്നുന്നത് കർത്താവിനെ സേവിക്കുന്നത് നമ്മൾ വേറെ ചില കാര്യങ്ങൾ ഇപ്പം പണ്ട് ഞാൻ കാട്ടൂർപ്പള്ളി ഇരിക്കുകയാണ്. കാരണം അച്ഛൻ ഓർക്കി ധ്യാനഗുരുക്കന്മാർ പൊടിക്കൈ പറഞ്ഞ പോലെ പൊടിക്കൈ പറയണല്ല എൻ്റെ കണ്ണു തള്ളിപ്പോയൊരു. ഇപ്പം ഞാനിങ്ങനെ റോഡിൽ ഇരിക്കണേ, അത് കൊച്ചച്ഛനാണ്, 87. ഇപ്പോൾ ഒരു വല്യമ്മയുടെ മാല പോയി. അപ്പോൾ മാല പോയപ്പോൾ ഈ വല്യമ്മ അന്തൂരി സൂര്യാളൻ്റെ അടുത്ത്, ഇപ്പം ഞങ്ങളുടെ അവിടെ ഈ ക്രിസ്തുരാജ സന്നിധി എന്നൊരു സംഭവം ഉണ്ട്. അവിടെ ഈ കർത്താവ് ക്രിസ്തുരാജൻ്റെ രൂപം കുരിശെടുത്ത് സംഗീതമാണത്. അപ്പം അവിടെ വന്ന് വലിയ പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോഴാണ് എന്നെ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആൾക്കാരുടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛ 2.25 പവൻ്റെ മാലയാണ് പോയത്. ഇവർ വേറെ എവിടെയോ ഈ തെളിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക. എന്തിനാണെന്നറിയാമോ? ഇവർ ചെല്ലുമ്പോൾ ആ തെളിപ്പിക്കുന്ന ആളവിടെ ഉണ്ടാകണമെന്ന്. ഇങ്ങനെ ഒരു സഭയുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ആരും മേനി നടിക്കുകയും ഞെളിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ആഭിചാരം കൊടികുത്തി മൂത്ത ആഭിചാരം ഏതാണ് വിശ്വാസം ഏതാണ് അറിയാൻ പാടില്ല ഒരു കാലം ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെയൊന്നും പറയുകയില്ല, എന്നാലും ഒരു അഴക്ക് ഇത്രയും ജന്മങ്ങളുണ്ട് ശരിക്കും. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്, നമ്മളെ ഇതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് നേടിയെടുത്തതിനേക്കാളും വലിയ പ്രാധാന്യം നേരത്തെ നമ്മൾ കൊടുത്ത പ്രാധാന്യം കൊടുത്ത വിഷയങ്ങൾക്ക് കൊടുക്കും നമ്മൾ. അതാണ് പറയുന്നത്. അതാണ് നേടിയെടുത്ത വാഗ്ദാന നാടല്ലേ. ആ വാഗ്ദാന നാടിനെക്കുറിച്ച് കിണിയാമണി അറിയാൻ പാടില്ലാത്തവൻ ജോർദാൻ്റെ അക്കരെ പണ്ടുണ്ടായിരുന്ന വിഗ്രഹാരാധന ഫോളോ ചെയ്യണവൻ പണ്ടത്തെ പോലെ. ജോഷുവൊക്കെ വിറഞ്ഞിട്ട് പറഞ്ഞ് ഇത് രണ്ടും കൂടി നടക്കത്തില്ല, നിങ്ങൾ ജോർദാൻ്റെ അക്കരെ നിന്നാൽ മതി, നദിക്ക് അക്കരെയുള്ള ആൾക്കാർ നിങ്ങളുടെ പിതാക്കന്മാർ എന്നാ ചെയ്ത ഒരു പ്രശ്നവുമില്ല. ഇതിനു വേണ്ടിയുള്ള ഈ വാഗ്ദാന നാട് അതിനു വേണ്ടിയുള്ള അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കട്ടനയുടെ നിലപാടെടുക്കണം. ദൈവത്തിനെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അത് ഈശോ വന്നപ്പോഴും ആ കട്ടൻ്റെ നിലപാടുകൾ വരുന്നുണ്ട്. ദൈവത്തെയും സാത്താനെയും ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. അപ്പോൾ സാത്താന്യമായിട്ടുള്ള എല്ലാ നിലപാടുകളും, എല്ലാ വിഷയങ്ങളും, സമീപനങ്ങൾ, ചെയ്യുന്ന രീതികൾ എല്ലാം ഉപേക്ഷിക്കണം നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് മകന് 16 കൊല്ലം മുമ്പ് അവനൊരു ലോൺ എടുത്തപ്പോൾ അപ്പനിടയ്ക്ക് എന്ന് വീട് വെക്കാനുള്ള ഇത് എഴുതി മേടിച്ചായിരുന്നു. 10 സെൻറ്റ് മറ്റേ എഴുതി മേടിച്ചായിരുന്നു. ഇപ്പം അപ്പന് ഓർമ്മയൊക്കെ പോയി, അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ ഇപ്പോൾ ഈ വിൽപ്പത്രമൊക്കെ എഴുതി വെച്ചപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് എഴുതി വെച്ചു. എല്ലാവർക്കും 4 മക്കൾക്കും തുല്യമായിട്ട് എഴുതി വെച്ചു. ആരും ഒന്നും പറഞ്ഞില്ല ചേട്ടാ. പക്ഷേ ഈ അനിയന്മാരൊക്കെ വലിയ അവർക്കൊക്കെ ഒരു നിലപാടൊക്കെ ഉള്ളതുകൊണ്ട് അവരത് കണക്ക് അപ്പൻ ചെയ്തതല്ലേ അപ്പൻ്റെ സ്വത്ത് ആ രീതി കണ്ട്. പക്ഷെ എന്നാലും ചേട്ടായിക്ക് പറയാമായിരുന്നു എന്താണ്, അപ്പം എനിക്ക് 10 സെൻറ്റ് അപ്പം നേരത്തെ തന്നിട്ടുള്ളതാണ്, ബാക്കി എനിക്ക് തന്നാൽ മതിയെന്ന് ഇയാൾ പറയത്തില്ല. ഉടമ്പടിയിലാണ് 8 പുതുക്കിയാണെന്നൊക്കെ പറഞ്ഞാലും ഈ അണ്ണൻ പറയത്തില്ല. അതെന്താണ്, ഈ പഴയ വഞ്ചനയും ചതിയും പറ്റിപ്പും ആ വിഗ്രഹം ഇപ്പോൾ ഇയാളുടെ കയ്യിലുണ്ട്.
ഇതുകൊണ്ട് വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല, ദൈവാനുഗ്രഹം പ്രവേശിക്കാൻ പറ്റത്തില്ല എന്നാണ് ജോഷുവ പറയണത്. നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്വഭാവമാണിത്. കള്ളത്തരവും വഞ്ചനയും ചതിയും മറ്റുള്ളവരുടെ സാധനം ഒപ്പിച്ചും പറ്റിച്ചും ഒക്കെ എടുക്കുക. അത് ഈ നദിക്ക് അക്കരെ മാറ്റണം. നിങ്ങൾ പോയാലൊരു കുഴപ്പമില്ല, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ജോഷുവയുടെ ഏറ്റവും കട്ടൻ്റെ നിലപാടാണ്. ഇതൊരു നിലപാടാണ്. ഇത് നിലപാട് മുന്നോട്ട് പോകും തോറും നമ്മൾ വാഗ്ദാന നാടൻ്റെ പ്രാപിക്കുക മാത്രമല്ല, അവിടെ ജീവിക്കാൻ ദൈവം അനുവദിക്കും. എൻ്റെ പേര് എലിയാമ്മ രാജു. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് 2019 എൻ്റെ മകൾ പഠിക്കുന്ന പീരുമേട് MPC കോളേജിൽ നിന്ന് PTA മീറ്റിങ്ങിന് പോയപ്പോൾ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ഒരു പേപ്പർ, കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ തന്നു. അത് ഞാൻ ആദ്യം ഓടിച്ചെന്ന് നോക്കിയെങ്കിലും വീട്ടിൽ കൊണ്ട് ഇവിടെ വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്നുള്ള ഒരു സഹോദരി തന്നെ, ആ സഹോദരിയുടെ ചേച്ചി ഇൻഡോറിൽ ഇതുപോലെ കൃപാസന മാതാവിൻ്റെ കാര്യം പറയുകയും ഞങ്ങൾ 3 പേരും കൂടെ 2019 ജൂൺ 1-ാം തീയതി ഈ പരിശുദ്ധ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് വരികയും ഞങ്ങൾ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനകത്ത് വെച്ച് 6 നിയോഗങ്ങളിൽ 3 നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ വഴിയായിട്ട് എനിക്ക് സാധിച്ചു കിട്ടി. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയതായ ഒരു വലിയ അത്ഭുത സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് അബുദാബിയിലെ കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുകയാണ്. ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒരു പണിയെടുത്തതിനകത്ത് അതിൻ്റെ സ്പോൺസർ അറബിയായിരുന്നു. ഒരു വലിയ എമൗണ്ട് 4 കോടി രൂപയുടെ ഒരു നഷ്ടം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു പറ്റി. അങ്ങനെ അവിടെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സ്പോൺസർ അറബിയാണ്, പുള്ളിയുടെ അക്കൗണ്ടിലാണ് പൈസ വരുന്നത്. അങ്ങനെ ആ മനുഷ്യന് അത് അങ്ങയുടെ അക്കൗണ്ടിൽ വന്നു, അതെടുത്തുകൊണ്ട് പോയി. നമുക്ക് 1 രൂപ പോലും, നമ്മുടെയാണ് മുഴുവൻ രൂപയും നമ്മുടെ ആയിരുന്നു. പക്ഷെങ്കിൽ അതിനകത്ത് 1 രൂപ പോലും നമുക്ക് കിട്ടാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് കേസായി. കേസിന് പോയി കഴിഞ്ഞപ്പോൾ അങ്ങേര് വിസ ക്യാൻസലാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തരവുമില്ലാഞ്ഞ സമയത്ത് വിസ ക്യാൻസലാക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എനിക്ക് 3 പെൺമക്കളാണ്. മൂത്ത മകളും ഇളയ മകളും എഞ്ചിനീയറിംഗ് പാസ്സായതാണ്. രണ്ടാമത്തെ മകൾ B.Pharm പാസ്സായി. അങ്ങനെ നല്ലൊരു നിലയിലാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടിയത്. എങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ കുറവുകളും കൊണ്ടായിരിക്കാം എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എങ്കിലും ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് വരുവാനും കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിപ്പാനും ഞങ്ങൾക്ക് സാധിച്ചു. കാരണമെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഹസ്ബൻഡ് ഒരു കൂട്ടുകാരനും സ്റ്റീൽ ഇതിൻ്റെ കണ്ടോ ബിസിനസ് തുടങ്ങി. അങ്ങനെ ഒരു വലിയ എമൗണ്ട്, എൻ്റെ കടം വീട്ടുവാനുള്ളതായ ആ എമൗണ്ട് ഞങ്ങൾ 15 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വന്നു. അത് 2016 എടുത്തത്. 7 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ ഞാൻ അതിൻ്റെ ഇൻട്രസ്റ്റ് തന്നെ അടച്ചു. ഇത് മനസ്സിലോർക്കുമ്പോൾ വലിയൊരു പ്രയാസമാണ്. എങ്കിലും ഫിലിപ്പിയ ലേഖനം 4:19 പറയുന്ന പോണൊക്കെ എൻ്റെ ദൈവം തന്നെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് ഉള്ള ആ വചനം ഞാൻ മുറുകെ പിടിച്ചിരുന്നു. പിന്നെ ഈ നിയോഗങ്ങളിൽ സമർപ്പിച്ചിരുന്നതായ വേദവായന, അതുപോലെ തന്നെ രോഗികളെ ശുശ്രൂഷിക്കുന്നതായ ഞങ്ങളുടെ തൊട്ടടുത്തൊരു അമ്മച്ചി അനേക നാളുകളായി കിടപ്പിലായിരുന്നു. ആ അമ്മച്ചിയെ എന്നാൽ ആവോളം ശുശ്രൂഷിക്കുന്നതിനുള്ളതായ ഒരു വലിയ കൃപ എനിക്കുണ്ടായി. കാരണം എൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞാൻ ആ അമ്മച്ചിക്ക് കഴിക്കാനുള്ള ആഹാരമാണെങ്കിലും അതുപോലെ തന്നെ വസ്ത്രമാണെങ്കിലും ഒക്കെയും കൊണ്ട് കൊടുത്തു. അമ്മച്ചി കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയി. പക്ഷെങ്കിൽ ആ ഒരു ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ദൈവം അനവധിയായിട്ട് എനിക്ക് കൃപകൾ തന്നെ സഹായിച്ചത്. വലിയൊരു എമൗണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ഇവിടെ 40 കോടി രൂപയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ വെറും നിസ്സാരമാണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെങ്കിൽ ആ വലിയ ഒരു ഭാരം ഞങ്ങളിൽ നിന്ന് മാറി. എങ്കിലും ഇത്രയും കടമുണ്ടായിരുന്നെങ്കിലും എൻ്റെ മനസ്സിന് വലിയൊരു ആശ്വാസമായിരുന്നു, ഒരു സമാധാനം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. പലരും എന്നോട് ചോദിക്കും, മത്സമയം എങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പക്ഷെങ്കിൽ എൻ്റെ ദൈവം സമ്പന്നനാണെന്ന് ഞാൻ അപ്പോഴും എല്ലാവരോടും സാക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഒരു വലിയ കൃപ എൻ്റെ ജീവിതത്തിൽ
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ വഴിയായിട്ട് എനിക്ക് നേടിത്തന്നു. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എങ്കിലും ഈ പരിശുദ്ധ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരിയും പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. കാരണം സമയം കിട്ടുമ്പോഴൊക്കെയും അതിരാവിലെയുള്ള ബസ്സിന് ഞാൻ തനിച്ചാണേലും ഇവിടെ വരും. ഇവിടെ വന്ന് കുറേ സമയം ഈ മാതാവിൻ്റെ ഈ ഗ്രോട്ടയിലേക്ക് നോക്കി കുറേ കണ്ണുനീര് കളഞ്ഞുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സമാധാനമാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ എൻ്റെ 2 മക്കൾ, രണ്ടാമത്തെ അവൾ ബിഫാം ആയിരുന്നു. അവൾ MOH എക്സാം എഴുതി നല്ല വിജയത്തോടെ പാസ്സാകുവാനായിട്ട് പലരും ഭയങ്കര ടഫായിരുന്നു എന്ന് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞുവെങ്കിലും ഞാൻ പറഞ്ഞു മാതാവോട് ഇടപെട്ടു. അവൾ ഉടമ്പടി എടുത്തതാണ്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. മാതാവ് അവിടെയൊക്കെയും പരിശുദ്ധ തിരുക്കുമാരിൽ കൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇളയ മകൾ അവൾ IELTS 1 മാസം ഓൺലൈൻ വഴി, കോവിഡിൻ്റെ സമയത്ത് 1 മാസം ഓൺലൈൻ വഴി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ദൈവം അതിശയകരമായിട്ട്, കാരണം സ്പീക്കിംഗ് കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നപ്പോൾ മുഖമെല്ലാം കൂടെ ഒരുമാതിരിയായിരുന്നു. എന്നോട് പറഞ്ഞു 4 മിനിറ്റത്തെ സ്പീക്കിംഗ് ആണ്, പക്ഷെങ്കിൽ 3 മിനിറ്റും കൊണ്ട് അത് പറഞ്ഞു തീർത്തു. പറഞ്ഞത് ശരിയായിരുന്നു, പക്ഷെങ്കിൽ 1 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. എന്നോട് പറഞ്ഞു ടൈമിംഗ് ആണ്. ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണം വിരുന്നിൽ ആ കുറവുകളെയാണ് നികത്തിയത്. കുറവുകളുടെ സ്ഥാനത്താണ് അവിടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചത്. ഇവിടെ പല കുഞ്ഞുങ്ങളും വന്ന് സാക്ഷ്യം പറയും. OET, IELTS, MOH ഒക്കെയും ഭയങ്കര ടഫായിരുന്നു എന്ന് പറയും. പക്ഷെങ്കിൽ എളുപ്പമായിരുന്നു പറയുന്ന സ്ഥാനത്ത് അവർ റിസൾട്ട് വരുമ്പോൾ അവർക്ക് പരാജയമാണ് സംഭവിച്ചിരിക്കുന്നതാണ്. പക്ഷെങ്കിൽ ടഫായിരുന്നു എക്സാം. ഒത്തിരിയും കരഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്. ഇറങ്ങി വന്നിട്ട് ഒത്തിരി കരഞ്ഞു. പക്ഷെങ്കിൽ അവിടെയാണ് ദൈവം പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. നമ്മൾ പൂർണ്ണതയല്ല ആരും, പൂർണ്ണതയിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെങ്കിൽ കുറവുള്ളടത്താണ് ആ കനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതകരമായിട്ട് അവിടുന്ന് വലിയ അത്ഭുതം ഈശോ പ്രവർത്തിച്ചത്. അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ അവിടുന്ന് പ്രവർത്തിക്കാനായിട്ട് അവസരം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഈ അൾത്താരയിൽ വന്ന് പോകുന്ന ഒരു കുഞ്ഞുങ്ങളും കുറേ താമസങ്ങൾ നമ്മൾ കൊണ്ടുപോകാം. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും കുറ്റങ്ങളും കൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ആ കുറവുകൾ നികത്തി കഴിയുമ്പോൾ തമ്പുരാൻ അനവധിയായ ധാരാളമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തരും. അതിനൊരു സംശയമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയ പ്രവൃത്തി തമ്പുരാനിൽ കൂടി കാണിച്ചു തരുവാനായിട്ട് അതിന് സാധിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹ സാക്ഷിയായി ഞാനും എൻ്റെ കുടുംബവും എക്കാലവും ജീവിക്കുവാൻ പ്രാപ്തരാണെന്നുള്ള ആ വലിയ വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ ഈ സാക്ഷ്യങ്ങളിൽ നിന്ന് വിരമിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. മരിയനുടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നമ്മൾ ഓരോരുത്തരെയും അമ്മ ഉയർത്തുന്നത് അത് എത്രമാത്രം നാം വിശ്വസ്തയോടെ പാലിച്ചു, അതെങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉടമ്പടി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്നു എന്നതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ഉടമ്പടി എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നു. ഈ 90 ദിവസ കാലവും ഈശോയുടെ അമ്മയോടൊപ്പം സഞ്ചരിച്ച് അവരോടൊപ്പം ആയിരുന്ന് ആ ബന്ധം സ്ഥാപിച്ച് ഈശോയും അമ്മയും പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം കേട്ട് അതിലൂടെ കൂടുതൽ വിശദീകരണം പ്രാപിച്ച് എത്രത്തോളം നമുക്ക് ഈശോയുടെ മഹത്വം മറ്റുള്ളവർ മുമ്പിൽ പങ്കുവയ്ക്കാൻ സാധിക്കുമോ അത് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ അമ്മ ഈശോയും തൻ്റെ മഹത്വങ്ങൾ, അവരുടെ മഹത്വം നമ്മളിലൂടെ പ്രകടമാക്കും. ഈ അമ്മ പ്രത്യേകമായിട്ട് ഒത്തിരിയേറെ, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രശ്നം, സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ തങ്ങൾക്ക് കിട്ടേണ്ട പൈസയാണ്. പക്ഷേ സ്പോൺസർ ദുർവൃത്തമുള്ളവർ അവർ സ്പോൺസറിൻ്റെ ലെവലിലാണ് നമുക്കൊക്കെ ജോലി ലഭിക്കുക. ഒരാൾ ഒരു അറബി സ്പോൺസറായിരിക്കണം. അപ്പോൾ അയാളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ പോയപ്പോൾ അയാൾക്കത് തരാനായിട്ടോ അല്ല അത് കിട്ടാനോ സാധിച്ചില്ല. അങ്ങനെ ഒത്തിരിയേറെ കടങ്ങൾ, നേരത്തെ എടുത്തു വെച്ചിരുന്ന പല ബാധ്യതകളും കൂടുതലായിട്ട് ഭക്ഷണമാവുകയും പരീക്ഷ തന്നെ ഒത്തിരിയേറെ വരികയും അങ്ങനെ വലിയ ബാധ്യതയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലൂടെ നിലനിന്നപ്പോൾ പരിശുദ്ധ ഈശോയും ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു തൊഴിലവസരം ഈ ഭർത്താവിന് നൽകി അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഒരു ചാൻസ്, ഒരു വലിയൊരു അവസരം പരിശുദ്ധമ്മ ഒരുക്കി കൊടുത്തു. അതിലൂടെ ഈ കടബാധ്യത ക്രമീകരിക്കാനായിട്ട് ഇടയായി. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വലിയൊരു ബാധ്യത, 4.5 കോടിയോളം രൂപ ലഭിക്കേണ്ടടുത്ത് ഒന്നും കിട്ടാതെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. അത് 15 ലക്ഷം രൂപയിലേക്ക് എടുത്തത് പിന്നീട് അത് വർദ്ധിച്ച് വരുന്നു. ഏകദേശം ഒരു നല്ല തുകയായി കഴിഞ്ഞു. പിന്നീടൊന്നും ചെയ്യാൻ സാധിക്കും. 10 ലക്ഷത്തോളം രൂപ പലിശ മാത്രം അടച്ചു കഴിഞ്ഞു. ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഈ ഒരു പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ഉടമ്പടിയിലൂടെ കൃത്യമായിട്ട് അത് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഒരമ്മയെ സഹായിക്കാനായിട്ട് ഈ അമ്മ തയ്യാറായി.
അങ്ങനെ അമ്മയുടെ പോയി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഒരു വൃത്തിയായ പ്രായം ചെന്ന ഒരു അമ്മച്ചിയെ ശുശ്രൂഷിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ പരിശുദ്ധ ഈശോ ചെയ്തത് ഈ ഒരു ജോലി സാധ്യത നൽകി, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമേഖലൊരു അഭിവൃദ്ധി നൽകി. അങ്ങനെ ആ കടബാധ്യത ക്രമീകരിക്കാനിടയായി. അതുപോലെ മക്കൾക്ക് എക്സാം പാസ്സാകാനായിട്ട് സാധിച്ചു. അപ്പോൾ കർത്താവും പരിശുദ്ധമയും ഈശോ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യണമെന്നാണ്. അതുപോലെ ചെയ്യുന്നവർക്ക് ഇതുപോലെ ഉടമ്പടി ബന്ധത്തിലൂടെ കൂടുതൽ അനുഗ്രഹം ലഭിക്കാനിടയാകും. ഇത് കൃപയുടെ നിറവിലാൽ സംഭവിച്ചതാണ്. ഈ കൃപ സ്വന്തമാക്കുമ്പോഴാണ് ഇത്തരം വലിയ അനുഗ്രഹങ്ങൾ കൃപകൾ ലഭിക്കുന്നത്. പരിശുദ്ധ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ത്രിത്വൈക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം.